ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഡൽഗോന ഗോൾഡ് കോഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിവിടെ മിക്സി ജാറിൽ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം, ആവശ്യമുള്ളപ്പോൾ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര അതേ ടേബിൾ സ്പൂണിൽ ചേർത്ത് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പണ്ടൊക്കെ ഞങ്ങൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മിക്സി ജാറിൽ തന്നെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ക്രീം റെഡിയാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഇതിന് ആവശ്യം എന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് ഇത് മിക്സി ജാറിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒരു പേസ്റ്റ് രൂപം, ഒരു ക്രീം പരുവാകുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും. മിക്സി ജാറിലാകുമ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. വളരെ സിമ്പിളാണ്, അല്ലാണ്ട് ഇത് ടഫാണെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഇതാ മിക്സി ജാറിൽ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രീം ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് സ്റ്റോർ ചെയ്തിട്ടൊക്കെ വെക്കാം. കുറച്ച് ദിവസം വരെ നിൽക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും കേടായി പോവുകയും ചെയ്യില്ല. ഇതിനി നമുക്ക് ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റാം. ഞാനിവിടെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര ചേർത്തിട്ടുള്ള പാൽ, തണുപ്പിച്ചിട്ടുള്ള പാലാട്ടോ. അതിൽ പഞ്ചസാര മിക്സ് ആക്കിയതാണ്, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ നിറയെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പിന്നെ കൂടുതൽ പാൽ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് മിക്സാക്കി കുടിക്കാം. അല്ലെങ്കിൽ മിക്സാക്കാതെ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ അങ്ങനെയും കുടിക്കാം. ഇത് മിക്സാക്കുന്നതായിരിക്കും കൂടുതൽ നല്ല. ടോട്ടലി പാലും അതും കൂടി ഒന്ന് മിക്സായി കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. പിന്നെ പഞ്ചസാര അത്യാവശ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാകുക. അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ ഇത് മിക്സാക്കി കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു ചൂട് സമയത്തൊക്കെ ഇങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ലതാണ്. എന്തായാലും ട്രൈ ചെയ്യുക. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.